നമസ്കാരം. അങ്ങനെ കേന്ദ്ര ബജറ്റ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ഇനി അടുത്തതാരാണ്? സംസ്ഥാന സർക്കാർ. അത് കഴിയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഒരു പ്രേക്ഷകൻ അങ്ങനെയാണ് സേലിംഗ് കമൻട്രിയെ മുദ്ര കുത്തിയിരിക്കുന്നത്. അത് വിശദമാക്കാം. പ്രദീപ് പുതുമന വലിയ നീണ്ട കത്താണ്, മുഴുവൻ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് എൻ്റെ കാതലായ ഭാഗം മാത്രം വായിക്കാം. ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് വിമർശനം. കേന്ദ്രം വളരെ ശരിയായ രീതിയിലാണ് പോകുന്നത്. ഇത്രയും എത്തിച്ച മോദി സർക്കാരിന് ഇനിയും എങ്ങനെ നന്നായി കൊണ്ടുപോകാം എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. തിരുവനന്തപുരവും പരിസരവും മാത്രം വികസനം എന്ന കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക്. ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നെങ്കിലും സമ്മതിച്ചു തന്നതിന് വലിയ നന്ദിയുണ്ട്. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് ആഗോളതലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഗഹനമായ വീക്ഷണമുണ്ടാകാം. പക്ഷെ പ്രവർത്തിക്കുന്നത് ഏറ്റവും നമ്മുടെ പരിസരത്തല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ന്യൂഡൽഹിയിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? എനിക്ക് ന്യൂയോർക്കിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? എനിക്ക് തിരുവനന്തപുരത്തല്ലേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ അവസരങ്ങൾ എങ്ങനെ കേരളത്തിനും ഇന്ത്യക്കും പ്രയോജനം ചെയ്യാം. തിരുവനന്തപുരത്തെ പദ്ധതി കൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്, പ്രധാനമന്ത്രി ശ്രീ മോഡിജിയുടെ ഖജനാവ് കാക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതിനെ കേവലം തലസ്ഥാനത്തെ പദ്ധതി, തിരുവനന്തപുരത്തെ പദ്ധതിയായിട്ട് ചുരുക്കി കിട്ടിയെങ്കിൽ അതൊന്നുകൂടി വായിച്ചു നോക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തായാലും തിരുവനന്തപുരം എന്ന് പറഞ്ഞതിനെ, ചുരുക്കി കെട്ടിയതിനെ ഞങ്ങൾ അത്ര മോശപ്പെട്ട കാര്യമായിട്ടൊന്നും പറയുന്നില്ല. തലസ്ഥാനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ വിഷയമാണ്. കോർപ്പറേഷൻ ബഡ്ജറ്റ് വരാൻ പോവാണ്. അപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ കൗതുകകരമായ ഒരു കാര്യത്തിലൂടെ ഈ റിപ്പോർട്ട് നമുക്ക് കടന്നു പോകാം. കൺസ്ട്രക്ഷൻ ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ആൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം അറ്റ് മോഡേൺ സ്ലോട്ടർ ഹൗസ് ഇൻ ട്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോളോഡ് ബൈ ടേൺ കീ ബേസിസ്. തുക എത്രയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? 2,11,69,959. ഏകദേശം 2 കോടി അല്ലെങ്കിൽ 2.25 കോടി എന്ന് പറയാം. ഇത്രയും തുക അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കണം. അതിൻ്റെ നാറ്റമൊന്നും പുറത്തു വരാൻ പാടില്ല. ഇതാണ് വ്യവസ്ഥ. ഇതിന് ചെലവാക്കുന്ന എത്രയാണ്? 2 കോടി രൂപ. ഈ 2 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത്രയും സൗകര്യപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ കൊടുക്കുമെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും പൈസ കിട്ടുമോ എന്നാണ് കോർപ്പറേഷന് തിരിച്ചറിവുണ്ടാവുക എന്നറിയില്ല. ആ കഥയാണ് ഇന്നത്തെ റിപ്പോർട്ടിലെ പ്രധാന ഭാഗം. ദൂരെയൊന്നും പോകണ്ട. നമുക്ക് വിഴിഞ്ഞവും റോട്ടർഡാമും എപ്പോഴും പറയുന്ന പോർട്ടാണ്. റോട്ടർഡാം പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ദ കമ്പനി ഹാസ് ഓൾറെഡി സൈൻഡ് എ ഫേം കോൺട്രാക്ട് വിത്ത് ഡച്ച് ഫ്യൂവൽ സപ്ലയർ OCI Global for the supply of green methanol, which is ISCC EU, International Sustainability and Carbon Clarification Certified, യൂറോപ്യൻ യൂണിയൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഓൾസോ നോൺ ആസ് ബയോമെത്തനോൾ. ദ ഫ്യൂവൽ ഇസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഡീകോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ സച്ച് എസ് വേസ്റ്റ് ആൻഡ് റെസിഡ്യൂസ്. ഇവിടെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ 2 കോടി രൂപ മുടക്കി ബയോഗ്യാസ് ഉണ്ടാക്കി അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി, OCI എന്ന് പറയുന്ന കമ്പനി, അതേ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ ചേർന്ന് അതിനകത്ത് നിന്ന് ഗ്രീൻ മെത്തനോൾ, ബയോമെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല, ഭൂമിക്ക്, മാനവരാശിക്ക് ആശ്വാസകരമായ നടപടികളും സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കോർപ്പറേഷന് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും പോകാത്തത്? 100 കൊല്ലം മുമ്പുള്ള, 50 കൊല്ലം മുമ്പുള്ള അറവുശാലകളെ, അറവുമാടുകളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ മാതൃകയിൽ തന്നെ 2024-ലും 2025-ലും ഒക്കെ ചെയ്യണമെന്ന് കോർപ്പറേഷന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വലിയ നിർബന്ധമാണ്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നത്. ഇങ്ങനെ ബയോമെത്തനോൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ലോകത്തിലെ 2 കമ്പനികൾ, പലപ്പോഴും ആവർത്തിച്ച പേരുകൾ തന്നെയാണ്, 2 കമ്പനികൾ, അവരുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട്. Evergreen and Express Feeders team up on intra-Europe green methanol liner services. അവർ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു യൂറോപ്പിനകത്ത് യൂറോപ്പ് ഗ്രീൻ മെത്തനോൾ, യൂറോപ്പിനകത്തുള്ള ഓട്ടത്തിന് വേണ്ടി 2 കപ്പലുകൾ, എവർഗ്രീനും എക്സ്പ്രസ് ഫീഡേഴ്സും. എവർഗ്രീൻ്റെ വലിയ കപ്പലുകളാണ്, അതുകൊണ്ട് എക്സ്പ്രസ്
കമ്പനിയുടെ ഫീഡർ വെസലുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഇൻ യൂറോപ്പ് ടു ബി പവേർഡ് ബൈ ഗ്രീൻ മെത്തനോൾ. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും യൂറോപ്പിനകത്ത് അത്തരത്തിൽ ഗ്രീൻ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫീഡർ സർവീസുകൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇനീഷ്യലി ദ ഡ്യുവൽ ഫ്യൂവൽ ഷിപ്സ് വിൽ ബി സെൻട്രൽ അറ്റ് ദ പോർട്ട് ഓഫ് റോട്ടർഡാം. നേരത്തെ പറഞ്ഞാണ്, റോട്ടർഡാം പോർട്ട് കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്. ഇനീഷ്യലി ദ ഡ്യുവൽ ഫ്യൂവൽ ഷിപ്സ് വിൽ ബി സെൻറ്റേർഡ് അറ്റ് ദ പോർട്ട് ഓഫ് റോട്ടർഡാം ആൻഡ് കവറിംഗ് പോർട്ട്സ് ഇൻ ദ ബാൾട്ടിക് സീ. ബാൾട്ടിക് സീ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെയൊക്കെ വരാവുന്ന റഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള രാജ്യങ്ങളുടെയൊക്കെ നടുവിൽ കിടക്കുന്നതാണ് ബാൾട്ടിക് കടൽ. അങ്ങനെ ബാൾട്ടിക് കടലിലും യൂറോപ്പിലുമായിട്ട് ആൻഡ് സ്കാൻഡിനേവിയ, നമ്മുടെ ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന കടലാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അവിടെയാണ്. അൾട്ടിമേറ്റ്ലി ദ 14 ഡ്യുവൽ ഫ്യൂവൽ ഷിപ്സ് ദാറ്റ് എക്സ്പ്രസ് ഫീഡേഴ്സ് ഹാസ് എൻ ഓർഡർ. 14 കപ്പലുകളുണ്ട് ഫീഡർ സർവീസിനുണ്ട്. ഫീഡർ എന്ന് പറയുന്ന ഒരു 2000-3000 കണ്ടെയ്നർ വഹിക്കുന്ന കപ്പലുകളെയാണ് ഈ ഫീഡർ വെസലുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 14 കപ്പലുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. Ultimately, the 14 dual fuel ships that express feeders has an order for delivery from 2024 Q2. ഈ രണ്ടാം പകുതിയിൽ 2024 രണ്ടാം പകുതി മുതൽ കിട്ടുന്ന ത്രൂ മിഡ് 2026 2026 പകുതി വരെയായിട്ട് 14 കപ്പലുകൾ അവർക്കിങ്ങനെ ഇറങ്ങും. വിൽ ബി ഓപ്പറേറ്റഡ് വിത്തിൻ യൂറോപ്പ് ആൻഡ് ദ മെഡിറ്ററേനിയൻ. യൂറോപ്പിലും മെഡിറ്ററേനിയൻ കടലുമായിട്ട് ഈ കപ്പലുകൾ വിന്യസിക്കപ്പെടും. ഉപയോഗിക്കുന്ന എന്താണ്? ഗ്രീൻ മെത്തനോൾ. നമുക്കിവിടെ 2 കോടി കൊടുത്തുകൊണ്ട്, അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ട് അറവുമാടുകളുടെ മാലിന്യം നീക്കം ചെയ്യുവാൻ നമ്മൾ പദ്ധതി ഇടുമ്പോൾ അതുപോലുള്ള സാധനങ്ങളിൽ നിന്ന് സച്ച് ആസ് വേസ്റ്റ് ആൻഡ് റെസിഡ്യൂസ്, ഓർഗാനിക് മാറ്റർ സച്ച് ആസ് വേസ്റ്റ് ആൻഡ് റെസിഡ്യൂസ്, ഇതേ സാധനങ്ങളിൽ നിന്നാണ് അവർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല അവരുടെ പ്രവർത്തനങ്ങൾ. അവർ നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ടോ ലോകത്തിൽ, അവരെ എല്ലാം ഈ 2 കമ്പനികൾ സ്വീകരിക്കുകയാണ്, വെൽക്കം ചെയ്യാണ്. എവർഗ്രീനും എക്സ്പ്രസ് ഗ്രൂപ്പും. അവർ 2 കമ്പനീസ് ആർ എൻകറേജിങ് പോർട്ട് ഓപ്പറേറ്റേഴ്സ്. അദാനി ഗ്രൂപ്പിനെ പോലുള്ള, DP വേൾഡിനെ പോലുള്ള, അല്ലെങ്കിൽ JNPTയിലും തൂത്തുക്കുടിയിലും ഒക്കെയുള്ള പോർട്ട് ഓപ്പറേറ്റേഴ്സിനെ ഒക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഫ്യൂവൽ സപ്ലയേഴ്സ്, തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കാറ്റഗറിയിൽ വരും. ഫ്യൂവൽ സപ്ലയേഴ്സ്, ലോജിസ്റ്റിക്സ് കമ്പനീസ്, ഇപ്പോൾ കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന കമ്പനികൾ, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ്, ചരക്ക് അയക്കുന്നവർ, ആൻഡ് ബെനിഫിഷ്യൽ കാർഗോ ഓണേഴ്സ്, കാർഗോ സ്വന്തമായിട്ടുള്ള ഏത് കാർഗോ ആയാലും അത് സ്വന്തമായിട്ടുള്ളവർ, ഇവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവരെ എല്ലാവരും എക്സെട്ര ടു ജോയിൻ us ഓൺ ദ പാത്ത് ടു മോർ സസ്റ്റൈനബിൾ ഷിപ്പിംഗ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ഭാവിയിലേക്ക് കരുതലുള്ള ഒരു ഭൂമിയെ, ഒരു പ്രകൃതിയെ, ഒരു ആകാശത്തെ സംരക്ഷിക്കുവാനുള്ള ഈ കരുതൽ പ്രവർത്തനങ്ങളിൽ ഈ 2 കമ്പനികളെയും, ഈ രംഗത്തെ കപ്പൽ വ്യവസായ ചരക്ക് കൈമാറ്റ രംഗത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ക്ഷണിക്കുകയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്. കാരണം എന്താണ്? ഫ്യൂവൽ സപ്ലയേഴ്സ് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും കേരളത്തിനും ഈ അവസരം ഉപയോഗപ്പെടുത്താം. തുടക്കത്തിൽ എന്നെ ആക്ഷേപിച്ച തിരുവനന്തപുരത്തെ വികസനം മാത്രം മുന്നിൽ കാണുന്ന ആൾക്ക് ഇത് രാജ്യത്ത് മുഴുവൻ പകർത്താൻ പറ്റുന്ന ഒരു മാതൃകയാണെന്ന് ദയവ് ചെയ്ത് സെയിലിംഗ് കമന്ററി വിമർശിച്ച പ്രേക്ഷകൻ മനസ്സിലാക്കണം. ഇത് തിരുവനന്തപുരത്ത് ഒതുക്കി നിൽക്കുന്ന മാതൃകയല്ല. കാശ്മീരിലും പഞ്ചാബിലും കർണാടകയിലും ഛത്തീസ്ഗഡിലും എവിടെ വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ് ഈ മാതൃക. ദയവ് ചെയ്ത് അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.